മനുഷ്യനൊരു പൊതുവേ സ്വഭാവമുണ്ട്. ഇപ്പോൾ കാരണവന്മാർ പറയും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്നതായിരുന്നു എന്ന് പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് സൗന്ദര്യം സൂക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പഴയതെല്ലാം നല്ലതായിരുന്നു, പക്ഷേ പഴയത് മോശമായിരുന്നു എന്നല്ല അർത്ഥം. പഴയ പുസ്തകങ്ങളാകട്ടെ, കഥാപ്രസംഗങ്ങളാകട്ടെ, പാട്ടുകാരാവട്ടെ, മനോഹരമായി പാടിയിരുന്നവർ, മനോഹരമായി കഥ പറഞ്ഞിരുന്നവർ, എഴുതിയിരുന്നവരൊക്കെ ഉണ്ട് പണ്ട്. എക്കാലത്തും കുറേ നല്ല ആൾക്കാരുണ്ടാവും, നല്ല സൃഷ്ടികളുണ്ടാവും, നല്ല കലാകാരന്മാരുണ്ടാവും. അക്കൂടെ തന്നെ മികച്ചതല്ലാത്തതോ അല്ലെങ്കിൽ നിലനിൽക്കാത്തതോ ആയിട്ടുള്ള രചനകൾ, കലാപ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവും. ഒരു കാലത്ത് സാംബശിവൻ എന്ത് ഗംഭീരമായി കഥ പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ കഥ പറഞ്ഞിരുന്നത് എത്ര പേരുണ്ട്? ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത് മുൻ തലമുറകളാണെങ്കിലും അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തപ്പെട്ട് സൂക്ഷിച്ച് വീണ്ടും കേൾക്കുന്നതിലാണെങ്കിലും സാംബശിവനോട് നിലനിൽക്കുന്ന സമകാലികരുണ്ടോ? അപ്പം എക്കാലത്തെയും മികച്ചതെന്നോ അല്ലെങ്കിൽ തലമുറകളിലേക്ക് കടന്നു പോകുന്നതെന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങൾ എല്ലാ സൃഷ്ടികളിലും, എല്ലാ എഴുത്തിലും, എല്ലാ കലാപ്രവർത്തനങ്ങളിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ പഴയത് മോശമാണെന്നോ പഴയത് നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോശമാണെന്നോ ഇപ്പോഴത്തെ നല്ലതാണെന്നോ പറയാൻ പറ്റുന്നു. ഇപ്പം നല്ലതാണെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ചിലപ്പോൾ നാളെ ചെറുത് നല്ലതല്ലെന്ന് മാറ്റിവെക്കപ്പെട്ടേക്കാം.